മറ്റു രാജ്യങ്ങൾക്കകത്ത് കയറി വേഷം മാറി അവിടെ ജോലി ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുക്കുന്ന ജെയിംസ് ബോണ്ട് പോലെയുള്ള പല ചാരന്മാരുടെയും കഥകൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യക്കുമുണ്ട് അത്തരത്തിലൊരു ജെയിംസ് ബോണ്ട്. പാകിസ്ഥാനിൽ പോലും വർഷങ്ങളോളം ചാരപ്രവൃത്തി നടത്തി ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സുപ്രധാനമായ പലതരത്തിലുള്ള വിവരങ്ങളും ശേഖരിച്ച ഇന്ത്യയുടെ സ്വന്തം ജെയിംസ് ബോണ്ട്. അതെ, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന അജിത് ഡോവലിൻ്റെ യഥാർത്ഥ സംഭവകഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. 1971 ഡിസംബർ മാസം 27 തലശ്ശേരിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിലേക്ക് ആരോ ഒരു ചെരുപ്പെടുത്തെറിയുന്നു. അത് വലിയ സംഘർഷത്തിലേക്കും ഏറ്റവും ഒടുവിൽ വലിയ ലഹളയിലേക്കും ഒരു കലാപത്തിലേക്കും പോലും എത്തിച്ചേരുകയാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ആദ്യത്തെ കലാപമായിട്ട് തലശ്ശേരിയിൽ നടന്ന ഈ ഒരു സംഭവം മാറി വരികയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ട് ശക്തമായ നിലയിലുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരുപാട് വീടുകളും കടകളും ഒക്കെ തന്നെ നശിപ്പിക്കപ്പെടുകയാണ്. ഒരുപാട് വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുകയാണ്. ആകെ മൊത്തം വലിയ രൂക്ഷിതമായ അവസ്ഥയിലേക്ക് തലശ്ശേരി പതിയെ ചെന്നെത്തുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ പോലീസ് അതിന് അമർച്ച ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ കൂടെയും അവരുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകുന്ന നിലയിലേക്ക് കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന കെ കരുണാകരൻ കോട്ടയം ACP ആയിട്ടുള്ള 27 വയസ്സ് പ്രായമുള്ള യുവാവിനെ, ആ ജൂനിയർ IPS ഉദ്യോഗസ്ഥനെ തലശ്ശേരിയിലെ കലാപത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്കായിട്ട് നിയമിക്കുന്നത്. അദ്ദേഹം നേരെ അവിടെ ചെന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്തത്, മറ്റുള്ളവരിൽ നിന്നൊക്കെ തന്നെയും വ്യത്യസ്തമായിട്ട് ചെയ്തത്, നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, ഇരകളാക്കപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഭയന്നുകൊണ്ട് വീട് വിട്ടു പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളൊക്കെ തന്നെയും തിരിച്ചു കൊണ്ടുവരിക, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അക്രമകാരികളായിട്ടുള്ള ആളുകൾ കൃത്യമായ നിലയിൽ തന്നെ പിടികൂടുക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിച്ച് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതോടുകൂടിയിട്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപത്തെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാനായിട്ട് ആ 27 വയസ്സുകാരൻ IPS ഉദ്യോഗസ്ഥന് സാധ്യമാവുകയാണ്. അതോടുകൂടിയിട്ടാണ് പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വലിയ തോതിൽ തന്നെ അച്ചടിച്ചു വരാൻ ആരംഭിക്കുന്നത്. അജിത് ഡോവൽ 1945 ഇന്നത്തെ ഉത്തരാഖണ്ഡിൻ്റെ ഭാഗത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ് അജിത് ഡോവൽ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആർമിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് അദ്ദേഹം രാജസ്ഥാനിലാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അജിത് ഡോവൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റുമൊക്കെ തന്നെയും നടത്തുന്നത് രാജസ്ഥാനിലെ അജ്മീറിലെ വ്യത്യസ്ത സ്കൂളുകളിലും മറ്റൊക്കെ പഠിച്ചുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് ഗ്രാജുവേഷനും മറ്റൊക്കെ ആയിട്ട് ആഗ്രയിലേക്കും മറ്റുമൊക്കെ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ തൻ്റെ 22-23 വയസ്സാകുമ്പോഴേക്ക് തന്നെ അദ്ദേഹം UPSC എക്സാം ആദ്യമായിട്ട് എഴുതുകയും അതിൽ തന്നെ മികച്ച റാങ്കോടുകൂടി തന്നെ വിജയിക്കുകയും തൻ്റെ 23ാമത്തെ വയസ്സിൽ ഒരു IPS ഉദ്യോഗസ്ഥനായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരള കാഡറയുടെ ഭാഗമായിട്ട് കോട്ടയം ACP ആയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. വലിയ രീതിയിൽ ആളിക്കത്തേണ്ടിയിരുന്ന തലശ്ശേരി കലാപത്തെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് അതിനെ അമർച്ച ചെയ്ത ACPയെ അല്ലെങ്കിൽ അജിത് ഡോവൽ എന്ന IPS ഉദ്യോഗസ്ഥനെ മുകൾ ഉദ്യോഗസ്ഥരും ഒരുപോലെ തന്നെ ഈ ഒരു അവസരങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏതാനും നാളുകൾ തലശ്ശേരിയിൽ തന്നെ അദ്ദേഹം തുടർന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ 1972 ജൂൺ മാസമാകുമ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തിന് വിളി വരികയാണ്. അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് അജിത് ഡോവലിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഒരു ജെയിംസ് ബോണ്ട് രീതിയിലേക്ക് മാറി മറിയുന്നത്. വർഷം 1974 ഇന്ത്യ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഒരു രഹസ്യ കോഡായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇന്ത്യ ഇത്തരത്തിൽ ആദ്യത്തെ ആണവായുധം പരീക്ഷിച്ച് വിജയിച്ചതിൽ വലിയ തോതിൽ തന്നെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു വലിയ വെല്ലുവിളിയായിട്ട് പോലും മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് തങ്ങൾക്കും ഒരു ന്യൂക്ലിയർ വെപ്പൺ സൃഷ്ടിച്ചുകൂടാ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് പാകിസ്ഥാനും ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറയുന്ന ഹോളണ്ടിലെ യുറേനിയം ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗവേഷകൻ അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയെ ചെന്ന് കാണുന്നതും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതുമൊക്കെ. അതിനടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ദൗത്യവുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ
എന്ന് അദ്ദേഹവും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഫ്രാൻസും അതുപോലെ തന്നെ ചൈനയും പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും നൽകി മുന്നോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെയും വ്യത്യാസമുണ്ട് എന്ന് കൃത്യമായ നിലയിൽ തന്നെ തിരിച്ചറിഞ്ഞ ഫ്രാൻസ് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ചൈന പിന്നെയും അവരുടെ പിന്തുണ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ആണവായുധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കും വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പാകിസ്ഥാനകത്ത് നടക്കുന്നത്, അവർ ഇത്തരത്തിലൊരു ആണവായുധം സൃഷ്ടിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു സ്പൈ നെറ്റ്വർക്കിനെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവരെ ചൈനയിലേക്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് പാകിസ്ഥാനിലേക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അയക്കുകയാണ്. ഇങ്ങനെയാണ് 1976 അജിത് ഡോവൽ പാകിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപായിട്ട് കൃത്യമായ നിലയിൽ പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പഠിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം, ഒരു മുസ്ലിം ബോയ് ലെവലിലേക്ക്, ഒരു മുസ്ലിം യുവാവിൻ്റെ രീതിയിലേക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉറുദു ഒക്കെ കൃത്യമായ നിലയിൽ തന്നെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പാകിസ്ഥാനെക്കുറിച്ച്, അവിടുത്തെ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും മനസ്സിലാക്കി എല്ലാം പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ഏത് മേഖലയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കും തന്നെ യാതൊരു ധാരണകളും ഉണ്ടായിരുന്നില്ല. ഈ ഒരു അവസരങ്ങളിൽ ഇന്ത്യയുടെ റോ ഏജൻസും അവർക്ക് സഹായകമായിട്ട് മൊസാദ്, ഇസ്രായേലിൻ്റെ മൊസാദ് കൂടെ ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായ നിലയിൽ തന്നെ പാകിസ്ഥാൻ്റെ റാവൽപിണ്ടി എന്ന് പറയുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു ലാബ് ഉള്ളത് എന്നൊരു രഹസ്യ വിവരത്തെക്കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു റാവൽപിണ്ടിയിൽ ഏത് ഭാഗത്തായിട്ടാണ് ലാബ് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഈ പാകിസ്ഥാൻ ആണവായുധം സൃഷ്ടിക്കരുത് എന്ന് ചിന്തിച്ചിരുന്ന മറ്റൊരു വിഭാഗമായിരുന്നു ഇസ്രായേൽ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരുടെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൻ്റെ കൃത്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ തന്നെയും ഈ വേളയിൽ ഇന്ത്യക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അജിത് ഡോവലിൻ്റെയും സംഘത്തിൻ്റെയും അടുത്തൊരു ദൗത്യം എന്ന് പറയുന്നത് ഈ റാവൽപിണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് ഭാഗത്തായിട്ടാണ് ഈ ഒരു ലാബ് ഉള്ളതെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം അങ്ങോട്ടേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷകർ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിലേക്ക് നോക്കുമ്പോൾ അജിത് ഡോവൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിലേക്ക് മാറുകയും അതിനുശേഷം കൃത്യമായിട്ട് റാവൽപിണ്ടിയിലെ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് കഹൂട്ടയിലാണ് ഈ ലാബ് ഉള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ ലാബിൻ്റെ പരിസരങ്ങളിൽ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച്, അവിടെ വർക്ക് ചെയ്യുന്ന ഗവേഷകരെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഇതിനുശേഷം അടുത്തൊരു ദൗത്യം എന്ന് പറയുന്നത് ഈ ലാബിനകത്ത് എന്ത് പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടക്കുന്നുണ്ടോ, ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് കണ്ടെത്തുക എന്നതായിരുന്നു. അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലാബിനകത്തേക്കൊക്കെ കയറിയിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരുപാടധികം പ്രശ്നങ്ങൾ നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയും ലാബിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു വഴി അവർ കണ്ടെത്തുകയാണ്. ആദ്യം തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ ഗവേഷകർ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ബാർബർ ഷോപ്പ് ഏതാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിനുശേഷം അവിടെ ഒരു ബാർബറായിട്ട് മാറുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഗവേഷകരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാർബർ ഷോപ്പിലെത്തുന്ന അവസരത്തിൽ കൃത്യമായിട്ട് ഈ ഗവേഷകരുടെ മുടികൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ട് അത് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി അദ്ദേഹം നേരെ ലാബുകളിലേക്ക്, ഇന്ത്യയിലേക്ക് അയച്ചു നൽകുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുറേനിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്ന അവസരത്തിൽ അവരുടെ മുടി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ യുറേനിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിലൂടെ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനുള്ള ശ്രമങ്ങളിലാണോ എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ദൗത്യം അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു ബാർബറായിട്ട് പോലും വേഷം മാറി ഇങ്ങനൊരു കാര്യം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ടെസ്റ്റ് റിസൾട്ടുകളും മറ്റൊക്കെ വരുന്ന അവസരത്തിൽ ഈ ഗവേഷകരുടെ മുടിനാരിടകളിൽ നിന്നായിട്ട് യുറേനിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയാണ്. അതോടുകൂടിയിട്ട് പാകിസ്ഥാൻ ഒരു ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇന്ത്യക്ക് സാധ്യമാവുകയാണ്. ഇനി അടുത്തൊരു ദൗത്യം എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രവൃത്തിയിൽ നിന്നും പാകിസ്ഥാനെ തടയുക, അതിനു വേണ്ടിയിട്ട് ലാബും മറ്റൊക്കെ പൂർണ്ണമായിട്ടും തകർക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് കൃത്യമായ നിലയിൽ തന്നെയുള്ള അനുമതികൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഒരു സമാധാനത്തിൻ്റെ പാതയിൽ നീങ്ങാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്.
വ്യക്തിയായിരുന്നു. അതിനാലൊക്കെ തന്നെയും അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ തന്നെയും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുകയാണ്. അവർ ഒരുപാട് സമയം സംസാരിക്കുകയാണ്. ഈ സംസാരത്തിൽ നിന്ന് തന്നെ തങ്ങൾ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഇന്ത്യ അറിഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരം കൃത്യമായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതോടുകൂടിയിട്ട് തന്നെ ഈ ഒരു മേഖലയിൽ സുരക്ഷയും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ പാകിസ്ഥാൻ ശക്തമാക്കുകയാണ്. തുടർന്നുള്ള മറ്റ് അനുമതികളൊന്നും ലഭിക്കാത്തതോടുകൂടിയിട്ട് അജിത് ഡോവൽ തന്നെ ഏൽപ്പിച്ച ആ ഒരു ഉദ്യമം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. എന്തൊക്കെ തന്നെയായാലും പാകിസ്ഥാൻ അവരുടെ ആ ദൗത്യവുമായിട്ട് പിന്നെ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1998 അവരുടെ ആദ്യത്തെ ന്യൂക്ലിയർ പരീക്ഷണം വിജയകരമായിട്ട് അവർ പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനൊക്കെ തന്നെയും ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്ന അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറയുന്ന ഗവേഷകൻ അവരുടെ ന്യൂക്ലിയർ വെപ്പണുകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും വർഷങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ വ്യത്യസ്ത വർഷങ്ങളിലായിട്ടൊക്കെ തന്നെയും 7ഓളം വർഷങ്ങൾ പാകിസ്ഥാനിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവിടുത്തെ ഒരു സാധാരണക്കാരനെ പോലെ അജിത് ഡോവൽ സമയം ചെലവഴിക്കുകയും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഡാറ്റകൾ ഇന്ത്യക്ക് വേണ്ടി കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സുപ്രധാനമായ നിലയിൽ പാകിസ്ഥാനിൻ്റെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിനെ കുറിച്ച് അവരുടെ മിലിറ്ററി സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ തന്നെയും കൃത്യമായ നിലയിലുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ അതൊക്കെ തന്നെയും ഇന്ത്യക്ക് കൈമാറാനൊക്കെ തന്നെയും ഈ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാനിൽ ചിലവഴിച്ചുകൊണ്ട് അജിത് ഡോവലിന് കൃത്യമായ നിലയിൽ തന്നെ സാധ്യമായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അജിത് ഡോവലിൻ്റെ കരിയറിലെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള അധ്യായമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്നത്. 1988 ഭീകരർ പിന്നെയും ഗോൾഡൻ ടെമ്പിളിനകത്ത് പ്രവേശിക്കുകയാണ്. അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള രീതിയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ നീങ്ങുകയാണ്. നമുക്കറിയാം 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറി ഒളിച്ചിരുന്ന ആയുധധാരികളായിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ത്യൻ ആർമി നേരിട്ടിട്ടുണ്ടായിരുന്നു, പോരാടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്നോണം തന്നെയാണ് സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതൊക്കെ തന്നെയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും 1988 ഇതേ ഒരു പ്രവൃത്തി തന്നെ ആരംഭിക്കുകയാണ്. ഭീകരർ ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് പിന്നെയും ആയുധങ്ങളുമായിട്ട് കയറുകയാണ്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എത്രത്തോളം ആളുകൾ ഗോൾഡൻ ടെമ്പിളിനകത്തുണ്ട്, അവരുടെ കയ്യിൽ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണുള്ളത്, എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ധാരണകൾ നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയും ആ ഒരു ഓപ്പറേഷൻ കുറച്ചധികം ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് അജിത് ഡോവൽ എത്തിച്ചേരുന്നത്. ഇവിടെയും ആദ്യം വേഷം മാറിക്കൊണ്ട് ഒരു റിക്ഷക്കാരനായിട്ട് ഈ റിക്ഷ വലിക്കുന്ന ആളായിട്ടാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ സമീപത്തേക്ക് അജിത് ഡോവൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അദ്ദേഹം ഈ ഒരു പ്രദേശത്തിലൂടെ നിരന്തരമായിട്ട് ചുറ്റിക്കറങ്ങുന്നത് കണ്ട ഭീകരരായിട്ടുള്ള ആളുകൾക്ക് ചെറിയ ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങിയാണ്. അവർ നേരെ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത്, ഞാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനാണ്. ഈ ഗോൾഡൻ ടെമ്പിളിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ഭീകരരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഈ ഭീകരരെ കൃത്യമായ നിലയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട്. അവിടെ എവിടെയൊക്കെയാണോ ആളുകൾ ഒളിച്ചിരിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം നോക്കി വീക്ഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയുമുള്ള വിവരം ഇന്ത്യൻ ആർമിക്ക് അദ്ദേഹം കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അടിസ്ഥാനത്തിൽ 1988 വളരെ കൃത്യതയോട് കൂടിയിട്ട് തന്നെ ഈ ഗോൾഡൻ ടെമ്പിളിനകത്ത് ഒളിച്ചിരുന്ന ഭീകരരെ വധിക്കാൻ വേണ്ടി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിക്ക് സാധിക്കുകയാണ്. ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അജിത് ഡോവൽ എടുത്ത റിസ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ ഇൻഫോർമേഷനും വിലമതിക്കാനാകാത്തതായിരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് 1988 അത്രയും കാലം ആർമി ഉദ്യോഗസ്ഥർക്ക് മാത്രം നൽകിയിരുന്ന കീർത്തി ചക്ര എന്ന ബഹുമതി ആദ്യമായിട്ട് ഒരു IPS ഉദ്യോഗസ്ഥന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നൽകപ്പെടുകയാണ്. അങ്ങനെ 1988 അജിത് ഡോവലിന് കീർത്തി ചക്ര എന്ന ബഹുമതി ലഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പാണ്. അജിത് ഡോവലിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരാമർശിച്ചിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. ഇതിനും അപ്പുറത്തേക്ക് ഇന്ത്യക്ക് വിലമതിക്കാനാകാത്ത ഒരുപാടധികം സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്.
പിന്നെയും 2006 ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ടും അതുപോലെ തന്നെ പല സ്ട്രാറ്റജിക് സ്ട്രൈക്കുകളുടെ സൂത്രധാരനായിട്ടും ഇന്ത്യയുടെ നയതന്ത്രജ്ഞനായിട്ടും ഒക്കെ തന്നെയും ഇന്ത്യക്ക് വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളൊക്കെ തന്നെയും നിരന്തരമായിട്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാണ്ഡഹാർ വിമാനറാഞ്ചൽ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അതിലൊക്കെ തന്നെയും ഈ ഭീകരരുമായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ തന്നെയും അജിത് ഡോവൽ തന്നെയാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് ഒരുപാടധികം സേവനങ്ങൾ ചെയ്തിട്ടുള്ള, ഒരുപാടധികം നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അജിത് ഡോവൽ എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസിലുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.